ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പാസ്തയാണ്. ആദ്യം നമുക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം ക്യാപ്സിക്കമാണ്. നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം, അത് നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പം ഞാൻ ഇവിടെ എടുക്കുന്നത് ക്യാരറ്റും ക്യാപ്സിക്കമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഉള്ളി വേണം, ഉള്ളിയും ചെറുതായിട്ട് അരിയണം. നമ്മളിത് കുറച്ച് വലുതായിട്ടാണ് ഇവിടെ അരിഞ്ഞിരിക്കുന്നത്, ഇതിലും ചെറുതായിട്ടാണ് അരിയുന്നത് കേട്ടോ, എന്നാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഒരു തക്കാളി നന്നായിട്ട് കഴുകി അരിയണം, അതും കുഞ്ഞു കുഞ്ഞായിട്ടാണ് അരിയേണ്ടത്. അത് നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തരും നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക്. നമ്മൾ പാസ്തയിൽ ചിക്കനും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ആവശ്യത്തിന് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. ഇതാണ് നമ്മൾ പാസ്ത ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. 1 kg ആണ്. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കാം, അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞങ്ങൾ നേരത്തെ കഴുകി വെച്ച ചിക്കനാണ്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. 1-2 വിസിലടിച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നതിൽ നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. വെള്ളം ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാസ്ത ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇത് വേവുമ്പോഴത്തേക്ക് ഇത് പെരുകാറുണ്ട്, അപ്പം കുറേ പേര് കഴിക്കാൻ ഇത് തന്നെ ധാരാളമായിരിക്കും. നമ്മൾ ഹാഫാണ് എടുത്തത്. ഓക്കെ, അപ്പം വിസിലടിക്കുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. വിസിലൊക്കെ വന്നിട്ട് പാസ്തയും വെന്തിട്ടുണ്ട്. നമുക്കിനി പാസ്തേനെ കഴുകണം. ചൂട് വെള്ളത്തിന് കളഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ പാസ്തന് നമ്മൾ നന്നായിട്ട് കഴുകണം കേട്ടോ. 1-2-3 വട്ടം പച്ചവെള്ളത്തിൽ കഴുകി ഇതിനെ മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചീനിച്ചട്ടി എടുത്ത് കുറച്ച് എണ്ണയും കടുകൊക്കെ ഇട്ട് അതിലോട്ട് അതിനു മുമ്പ് മുളക് അരിഞ്ഞ് വയ്ക്കാതെ വിട്ടുപോയി. നമ്മൾ മുളക് അരിയണം കേട്ടോ. 1-2, ഒരുപാട് പിള്ളേരുണ്ടെങ്കിൽ ഒരുപാട് എരിവൊന്നും വെക്കണ്ട. അതിലോട്ട് മുളകും ഉള്ളിയും കൂടെ നമുക്ക് വഴട്ടാനിടാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് ക്യാരറ്റും ക്യാപ്സിക്കവും ഒക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാതെ. ഇതെൻ്റെ അമ്മയാണ് കേട്ടോ, അമ്മയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ മാമനും അമ്മയും കൂടെയാണ് ഇത് കുക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ്റെ നല്ല പീസ് നോക്കി എടുത്ത് മാറ്റണം കേട്ടോ. നമുക്ക് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് എന്ത് പറയുന്നത് ഇങ്ങനെ പീസാക്കി കൈ കൊണ്ട് നന്നായിട്ട് നിങ്ങളൊന്ന് നോക്കണം. കാരണം അതിൽ എല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിള്ളേർ കഴിക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചൊരു തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം അടച്ചൊക്കെ വയ്ക്കാം, നന്നായിട്ടൊന്ന് വേവട്ടെ അത്. ഓക്കെ, അത് നന്നായിട്ട് വെന്തിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1-2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞങ്ങൾ ഇടുന്നത് ഗരം മസാലയാണ്. ഒരുപാട് എരിവൊന്നും നമ്മൾ ചേർക്കുന്നില്ല, കാരണം പിള്ളേർക്ക് കഴിക്കാനുള്ളതുകൊണ്ട്. പിന്നെ നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട്. അത് വെന്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച് നമുക്ക് കഴുകി മാറ്റിയ പാസ്ത ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് തികഞ്ഞില്ല കേട്ടോ. ഇത് കുഞ്ഞ് ചീനിച്ചട്ടി ആയതുകൊണ്ട് അതെല്ലാം കൂടെ അതിൽ നിൽക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്ലേറ്റ് മാറ്റി നമ്മൾ വലിയൊരു പാത്രം എടുത്തു, അതിലോട്ട് എണ്ണയൊക്കെ ഇട്ട് മൊത്തം കറിയും എല്ലാം അതിലോട്ട് ആക്കി കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ വെജിറ്റബിൾസ് കുറവായിരുന്നു. നിങ്ങൾ ഒരുപാട് എടുക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വെജിറ്റബിൾസ് അരിഞ്ഞ് ചേർക്കണം. നമ്മൾ കുറച്ച് വെജിറ്റബിൾസേ അരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ആദ്യം നമ്മൾ ഉപ്പിട്ട് കൊടുക്കത്തില്ല, അതാണ് ഇതിൻ്റെ മെയിൻ ഉപ്പ് കേട്ടോ. നന്നായിട്ട് പിടിക്കും. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ അങ്ങനെ എത്ര ഇട്ട് കൊടുത്താലും അത്ര ഇത് രുചിയൊന്നും വരത്തില്ല. ആ വെള്ളത്തിൽ പിടിക്കണം ഉപ്പ്.
നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പാസ്തയിൽ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ആദ്യമേ ഉപ്പ് നന്നായിട്ട് പിടിക്കുമല്ലോ ഇതിൽ. നമ്മൾ പിന്നെ കുറവുണ്ടെന്ന് തോന്നുന്നെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഞങ്ങൾ ഇതിലോട്ട് ഡാർക്ക് സോസും പിന്നെ ടൊമാറ്റോ സോസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാസ്ത റെഡിയായി. നമുക്കിനി എല്ലാവർക്കും അത് കൊടുക്കാം. എൻ്റെ അനിയത്തിയാണിത്. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് കേട്ടോ. നല്ല ചൂടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റാ.